ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റീലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പുള്ള വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ നോക്കിയല്ലോ. അപ്പൊ എഡിറ്റിംഗ് അറിയാത്തവർക്ക് ഇതൊരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ നമ്മൾ ക്യാപ്കട്ടിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു VPN ഒന്ന് കണക്ട് ആക്കിക്കോണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഒരു ഗൂഗിളിൽ പോയിട്ട് ഈ ഒരു ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ സെർച്ച് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ക്യാപ്കട്ടിന്റെ ടെംപ്ലേറ്റ് പേജിലോട്ടായിരിക്കും കേട്ടോ പോവുക. അപ്പോൾ അതിൽ യൂസ് ടെംപ്ലേറ്റ് ഇൻ ക്യാപ്കട്ട് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിലും എൻ്റെ വാട്സപ്പ് ചാനലിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി കോപ്പി ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും കേട്ടോ പോവുക. അപ്പോൾ അതിൽ താഴെയായിട്ട് യൂസ് ടെംപ്ലേറ്റ് എന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അതിലിപ്പോൾ എൻ്റെ ഗാലറിയിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഗാലറിയിലുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് ആഡ് ആക്കി കൊടുക്കുന്നുണ്ടേ. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ ഓരോന്നായിട്ട് ആഡ് ആക്കുമ്പോഴും നമ്മൾക്ക് അതിന്റെ എൻഡിങ് ഭാഗത്ത് ഈ ഒരു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ആക്കിയിട്ടുള്ള ആ ഒരു ഫോട്ടോസ് തന്നെ വരും കേട്ടോ. അപ്പൊ അതെങ്ങനെ മാറ്റാന്ന് വെച്ചാല് നിങ്ങൾ അതിലിങ്ങനെ പിക്ചർ ആഡ് ചെയ്യാൻ നേരം ഒരു വൈറ്റ് റൗണ്ടിൽ ഒരു മൈനസ് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ പിക്ചർ റീപ്ലേസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വീഡിയോ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താന്ന് വെച്ചാൽ നമുക്കത് എന്തെങ്കിലും ഇപ്പോൾ ആ ഒരു പിക്ചർ നമുക്ക് വേണ്ടെന്നാണെങ്കിൽ താഴെ ആ ഒരു പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അവിടെ വേറെ പിക്ചർ ആഡ് ആക്കാം. ഇനി നിങ്ങൾ ആ ഒരു ക്രോപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതൊരു സൈസ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് അത് ആഡ് ആക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന ആ ഒരു എക്സ്പോർട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ 720p എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാൻ നേരം 1080p എന്നാക്കി കൊടുക്കുക. എന്നിട്ട് എക്സ്പോർട്ട് വിത്തൗട്ട് വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ നിങ്ങളുടെ ഗാലറി സേവ് ആക്കാൻ പറ്റും. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയും ഇതുപോലത്തെ ട്രെൻഡിങ് വീഡിയോസിന്റെ ട്യൂട്ടോറിയൽ ആയിട്ട് കാണും വരെ ബൈ ബൈ.